എങ്ങോട്ടാ രണ്ടുപേരും കൂടി? പൂക്കൾ കാണാൻ ഇറങ്ങിയ പൂക്കളാണ്. ചെടി പൂക്കൾ എന്നും നോക്കുന്നതാ. ഞങ്ങളെ ഏറ്റുമാനൊരു കൊച്ചുമാൻ്റെ കല്യാണം വെച്ചത് അവിടെ ചെടി കണ്ട് പൂ കണ്ട് അതിൻ്റെ 4-5 പൂക്കൾ പറഞ്ഞ അരി കൊണ്ട് എന്നിട്ട് പാകിയിട്ട് പിന്നെ അതിൻ്റെ തൈ പറിച്ച് നട്ട് ഇങ്ങനെ ഇതായി. പിന്നെ ഇതുപോലെ ചെടികൾ കാണുന്നിടത്തെല്ലാം ഉണ്ട്. പെന്തി അല്ലിത്താമര, വാടാമുല്ല, ചെമ്പരത്തി എല്ലാ ചെടികളും എവിടെ കിട്ടിയാലും തുളസി, രാമതുളസി, കൃഷ്ണ തുളസി എല്ലാം ഉണ്ട്. ഈ സൈഡ് ആദ്യം ഉണ്ടായിരുന്നു. അത് 5-6 മാസം മുമ്പ് തൊട്ടുണ്ട്. അതെല്ലാം പോയപ്പോൾ പിന്നെ ഇവിടെ പണിക്കാരനെ കൊണ്ട് ജോലി ചോദിച്ചാൽ അതെല്ലാം ചെത്തിപ്പറിച്ച് കഴിഞ്ഞ പിന്നെ മഴ പെയ്യുമ്പോൾ തന്നെ കിളുത്തു. പിന്നെയില്ല. റോഡിൽ പോകുന്നവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയും നല്ലതാണ്. എല്ലാവരും ഫോട്ടോ എടുക്കും. വണ്ടിക്കാർ നിർത്തി പേര് അച്ഛനും അമ്മയും ഒന്നിച്ചേനല്ലേ എപ്പോഴും? ഈ ഒരു വയസ്സായതിനു ശേഷമുള്ള ഒരു ജീവിതം ആനന്ദകരമാണല്ലേ ഈ പൂക്കളോട്? രാവിലെ പോയിട്ട് ഇറങ്ങും. ഞങ്ങൾ ഇവിടൊക്കെ വൈകിട്ട് ഇറങ്ങും. ഞങ്ങൾ ചുമ്മാ പൂവ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂക്കളൊക്കെ അത് ചുമ്മാ കൊണ്ടിട്ട് പിടിപ്പിച്ചതാണ്. ഇവിടെയൊക്കെ പിടിപ്പിച്ചതാണ്. അപ്പോൾ ആൾക്കാരപ്പോൾ നല്ലതെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടി ഒരു പ്രോത്സാഹനമായി. അപ്പം ഞങ്ങൾ പിന്നെ നട്ടുപിടിപ്പിക്കുക. ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് വേസ്റ്റ് കൊണ്ട് റോഡ് മുഴുവൻ തട്ടും. ഈ ഇറച്ചി വെട്ടുന്നതിൻ്റെ എല്ലാം മുഴുവൻ ആ വേസ്റ്റ് ഇപ്പോഴും ഉണങ്ങി അറ്റത്തൊക്കെ ഉണ്ട്. ഈ ചെടി ഇല്ലാത്തടത്തൊക്കെ കൊണ്ടിരുന്നുണ്ട്. റോഡേ നടക്കത്തില്ല നാറ്റം കൊണ്ട്. അതുപോലെ ദുർഗന്ധമാണ്. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം അറിയാനൊക്കെയുള്ളൂ. രാമതുളസി അല്ലേ? നല്ല മണം. ഒരു പെർഫ്യൂമിന്റെ ഒക്കെ ഒരു എന്നുവെച്ചാൽ വെറുതെ ഇരിക്കില്ലേ. അപ്പം എന്തെങ്കിലുമൊക്കെ പണി അവർക്കൊക്കെ ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അത് കൂട്ടുകാർക്കെല്ലാം ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 സാംബ സാംബ സദാശിവ ഹരേ ദേവി 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 നമസ്തുതേ. കുട്ടിക്കാലത്ത് അപ്പച്ചൻ്റെ അമ്മാമ്മയുടെയൊക്കെ കൈപിടിച്ച് ഇതുപോലെ നടന്നിട്ടുണ്ട്. എന്തായാലും മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞാണ് ഇവിടെ നിന്ന് ഞാൻ യാത്രയാകുന്നത്. ജയചന്ദ്രൻ പുല്ലമറയ്ക്കൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ജിബിൻ JB ഉണ്ട്. ഗുഡ് മോർണിംഗ് ജിബിൻ. ഈ പ്രായമായ 2 മനുഷ്യരുടെ സ്ഥലമൊക്കെ പൂങ്കാവനമാക്കാനുള്ള ആ ശ്രമത്തിനേക്കാൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് 2 പേരുടെയും കൈ പിടിച്ച് ജിബിൻ ആ നടന്നു വരുന്ന വരവാണ്. നമുക്കൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്ന ആ വരവ്. അത്രയും സ്നേഹം നിറഞ്ഞവരായിരുന്നു അവരെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ മനസ്സിലാവും. അടുത്തറിഞ്ഞ ഒരാളെന്നുള്ള നിലയ്ക്ക് ആ അമ്മയെ പറ്റിയും അച്ഛനെ പറ്റിയും കുറച്ച് കൂടുതൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും. ഈ മോത്തി പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മാമ്മയുടെയൊക്കെ കൂടെ ഇതുപോലെ കൈപിടിച്ച് അവർ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ പോകുമായിരുന്നു. ഇവർ ഈ 2 പേരെയും കണ്ടപ്പോൾ എനിക്ക് അതാണ് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയതും. അതുപോലെ തന്നെയാണ്. അതായത് എല്ലാ ദിവസവും വൈകുന്നേരവും രാവിലെയൊക്കെ തന്നെ അവരുടെ ജീവിതം ആരംഭിക്കുന്നതും ഒരു ദിവസം അവർ അവസാനിപ്പിക്കുന്നതെല്ലാം ഈ പൂക്കളുടെ ഇടയിലാണ്. അതായത് ഇവരുടെ ഈ സ്ഥലത്ത് സ്ഥിരമായിട്ട് ആ ഒരു റോഡിന് സമീപത്തുള്ളത് ഇവരുടെ തന്നെ ഒരു കൃഷിത്തോട്ടമാണ്. അപ്പോൾ ഇവിടത്തേക്ക് ഇറച്ചി മാലിന്യങ്ങളൊക്കെ തന്നെ വലിച്ചെറിഞ്ഞ് ആൾക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലൊക്കെ ആയിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ കാവലിരിക്കുക, വരുന്നവരെ വിരട്ടി ഒട്ടിക്കുകയാണ്. പക്ഷേ ഇവർ തിരഞ്ഞെടുത്ത ഒരു മാർഗ്ഗം തന്നെ വ്യത്യസ്തമാണ്. ഈ പൂക്കളൊക്കെ വളർന്നു നിന്ന് കഴിഞ്ഞാൽ ഈ പൂക്കളെ കാണുമ്പോൾ അവിടെ വേസ്റ്റ് കളയാൻ വരുന്നവർക്ക് പോലും അതിന് തോന്നുന്നില്ല, എന്തായാലും ആരും അവിടെ വേസ്റ്റ് ഉപേക്ഷിക്കില്ല എന്നുള്ള ഒരു മാർഗ്ഗമാണ് ഇവർ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് ഇവർ ആദ്യമായിട്ട് ഇവിടെ ഒരു 6 മാസം മുമ്പ് ഇത്തരത്തിൽ പൂക്കളൊക്കെ തന്നെ വയ്ക്കുന്നത്. പക്ഷേ എന്തായാലും ഈ ഒരു റോഡിൽ കൂടി പോകുമ്പോൾ നമുക്ക് ഈ അപ്പച്ചനും ഈ ഒരു അപ്പൂപ്പനെ അമ്മച്ചി അറിയാന്നുള്ളവർക്ക് തന്നെ മനസ്സിലാവും. ഈ പൂക്കൾ കാണുമ്പോൾ എന്തായാലും അവരെ തന്നെ ഓർമ്മ. ഒരു കാര്യം, എപ്പോൾ നോക്കിയാലും ഈ റോഡിൻ്റെ 2 സൈഡിൽ ഇവർ 2 പേരും കാണും. ഈ പൂക്കളെ നോക്കി ഇതിൻ്റെ വിത്തെടുത്ത് ഇതിൻ്റെ ആവശ്യമില്ലാത്ത പൂക്കളെയൊക്കെ പറിച്ച് കളഞ്ഞ് അതിനെ കൃത്യമായി പരിപാലിക്കണം. അതായത് ഇവരുടെ കൊച്ചുമക്കളൊക്കെ തന്നെ സ്ഥലത്തില്ല, പഠനത്തിനായിട്ടും മറ്റ് ജില്ലകളിലൊക്കെയാണ്. അപ്പോൾ
മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം കൂടി തീർക്കാനായിരിക്കും ഈ പൂക്കളെയൊക്കെ അത് അത്രയ്ക്ക് ഒരു ചെറുമക്കളെ നോക്കുന്ന സൂക്ഷ്മതയോടുകൂടിയാണ് ഈ ഓരോ ചെടികളെ ഇവർ പരിപാലിക്കുന്നത്. കൃത്യമായി തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കാറുണ്ട്. ഈ അപ്പം അവരൊരു ഒരു മക്കളോട് കാണിക്കുന്ന അതേ വാത്സല്യം തന്നെയാണ് ഈ ഒരു പൂക്കളോട് കാണിക്കുന്നത്. എല്ലാവരും, അതായത് ഈ ഒരു റോഡിൽ കൂടി സഞ്ചരിക്കുന്ന എല്ലാവരും ഈ ഒരു പൂക്കളെ കാണുമ്പോൾ തൊട്ടടുത്താണ്, ആ റോഡ് സൈഡിൽ ചേർന്നിരിക്കുന്ന വീടാണ് ഈ ഒരു അപ്പൂൻ്റെ അമ്മച്ചിയുടെയും. അവരെയും കൂടെ കണ്ട് അവരുടെ ആ ഒരു സ്നേഹം കൂടി ആസ്വദിച്ചിട്ട് മാത്രമേ എല്ലാവരും പോകാവുന്നതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അത്രയ്ക്ക് മനോഹരമാണ് അവരുടെ സ്നേഹവും അവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ. ആ ഒരു റോഡിൽ കൂടി നമ്മളിപ്പോൾ ആരെങ്കിലും കൊല്ലാൻ പോകുന്ന ഒരാളാണെങ്കിൽ പോലും ഈ പൂക്കളുടെ ഒരു മനോഹാരിതയൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സലിഞ്ഞ് തിരിച്ചു പോകും. അത്രയ്ക്ക് രസമുള്ള കാഴ്ചയാണ്. നമ്മുടെ മനസ്സിനെയൊക്കെ ശാന്തമാക്കാൻ പറ്റുന്ന ഒരു കഴിവ് തന്നെ എന്തോ ഈ ഒരു പൂക്കൾക്കുണ്ട്. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാനും പറ്റുന്നത്. തീർച്ചയായിട്ടും ജിബിൻ.